സമരം ചെയ്യും സമരം ചെയ്യും, പച്ച പരിഷ്കാരങ്ങൾക്കെതിരെ സമരം ചെയ്യും. എന്തോന്ന് മറന്നുവല്ലോ. ആ, നീതി കിട്ടും വരെ സമരം ചെയ്യും. ഇവളെന്താ ഇവിടെ ലൈസൻസ് എടുക്കാൻ പോയാ? സമരം ചോദിച്ചിട്ടുള്ള കാര്യം ഇല്ല മോളെ, ഇതെന്താ സംഭവം? എനിക്ക് ലൈസൻസ് കിട്ടിയില്ല. അതെന്താ നിനക്ക് ലൈസൻസ് കിട്ടാത്ത? ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റിൽ തോറ്റു. അതിനാണ് എന്റെ ഈ പ്രതിഷേധം. കൊള്ളാം, നിനക്ക് അങ്ങനെ തന്നെ വേണം കമ്മി. ശവത്തി കുത്തല്ലേ പിള്ളേച്ചാ. കൊള്ളാം കൊള്ളാം. എന്തായാലും ഈ LDF പോയാലും UDF പോവുകയാണെങ്കിലും ഗണേഷ് കുമാർ എല്ലായിടത്തും ഒരുപോലെ ഉണ്ട്. അല്ല, പക്ഷെ നിങ്ങൾക്ക് ഈ മാറ്റങ്ങളൊന്നും വേണ്ടേ? വലിയ വർത്താനമാണല്ലോ. അതെ, നമുക്ക് ഈ പരീക്ഷ എഴുതാതെ ജയിക്കാനും പിൻവാതിലൂടെ ഒക്കെ ഒരു നിയമനം ഒപ്പിക്കാനും അതുപോലെ ഒരു ജോലിയും ചെയ്യാതെ ഈ നോക്കൂലി വാങ്ങിക്കാനും ഒക്കെ വേണ്ടിട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് നമ്മളുടെ പരസ്യമായ. അതുപോലെ തന്നെ ഒരു തൊഴിലും എടുക്കാതിരിക്കുന്നിട്ട് നമ്മള് തൊഴിലാളികൾക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരു പ്രസ്ഥാനത്തിലൊരു സഖാവാണ് ഈ ഞാൻ. അപ്പൊ ഈ എന്നോട് എടുത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായാലേ എനിക്ക് ലൈസൻസ് തരൂ എന്ന് പറയുന്ന ഇവിടുത്തെ മുതലാളിത്ത ജന്മി ബൂർഷ നയങ്ങളോടൊക്കെ എനിക്ക് വിയോജിപ്പാ. അതുപോലെ തന്നെ ഈ എടുത്താൽ മാത്രമേ എനിക്ക് ലൈസൻസ് തരൂ എന്ന് പറയുന്ന ആ നയം ഒന്ന് പരിശോധിക്കേണ്ടി വരും. അതുപോലെ തന്നെ ഈ നാട്ടില് വിവരവും വിദ്യാഭ്യാസവും ഉള്ളവ മാത്രമല്ലല്ലോ മന്ത്രിയാകും. ഓഹോ, നിങ്ങൾ വിദ്യാഭ്യാസ മന്ത്രിയല്ലേ? കൊള്ളാം കൊള്ളാം. എന്താ നിങ്ങൾക്കൊരു പുച്ഛം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയോട്? അത് പുച്ഛമല്ല മോളെ. ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്റെ പൊന്നു മോളെ, നിങ്ങളുടെ ഈ അധ്വാനം ഇല്ലേ, അത് കൂടി കൂടി നിങ്ങളിപ്പോ കണ്ണൂരിലേക്ക് ആയിട്ട് തന്നെ ഒതുങ്ങിയിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്നും നിങ്ങൾ നേരെ കേരളത്തിലേക്ക് ഒതുങ്ങി. ആ കേരളത്തിൽ നിന്നും നിങ്ങൾ 1-2 ജില്ലകളിലായിട്ട് ഒതുങ്ങി. അവിടെ നിന്ന് നിങ്ങൾ പഞ്ചായത്തുകളിലേക്ക്, അതായത് 2-3 പഞ്ചായത്തുകളിലേക്ക് എത്തും. അതിവിടെ നിന്ന് നിങ്ങൾ വാർഡിലേക്ക് എത്തും. അങ്ങനെ ഒതുങ്ങി നിങ്ങൾ ഇല്ലാണ്ടായി. ഈ ഗണേഷ് കുമാർ നമ്മൾ സാധാരണ പറയാം മാൻഡ്രേക്കിന്റെ കൂടെ മാൻഡ്രേക്ക് പ്രാവിന് പറത്തിയ പ്രാവ് ചാവും. പക്ഷെ ഗണേഷ് കുമാറിന്റെ കൂടെ മാൻഡ്രേക്ക് കൂടിയ മാൻഡ്രേക്കേ ചാവൂ എന്ന് പറഞ്ഞ പോലെയാണ് നിങ്ങളുടെ അവസ്ഥ. ഇനി ചിലപ്പോൾ നിങ്ങൾ കണ്ണൂരിൽ മാത്രമായിട്ട് ഒരുങ്ങാൻ ചാൻസ് ഉണ്ട് മക്കളെ.